ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രേണുസുധിയുടെ സ്റ്റിൽസും വീഡിയോസും വരാൻ കിടക്കുന്നു എന്ന് ശാന്തിവിള ദിനേശ്. എന്ത് വൃത്തികെട്ട വർത്തമാനമാണിത്. അദ്ദേഹം കണ്ടു എന്ന് പറയുന്നു, കുറേ സ്റ്റിൽസും വീഡിയോസും കുറേ പേര് അയച്ചു കൊടുക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ വെമ്പി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നു. അതെ, ഒരു തരത്തിൽ രേണുസുധി കുറേ കാര്യങ്ങൾ വെറുതെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ഏറ്റുവാങ്ങുന്നുണ്ട്. അത് പക്ഷേ ഇത്തരത്തിലൊരു ആരോപണം അതാദ്യമായിട്ടാണ്. അങ്ങനെ ചെയ്യുന്നൊരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല രേണുസുധി. നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ശാന്തിവിള ദിനേശ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് വോയിസ് കേൾക്കാം. ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാസതികളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാര് കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നിർത്താൻ പാടും. ഇപ്പോ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട. ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഫിറ്റ് ആയതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറിഞ്ഞം പുറഞ്ഞം അങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫില് എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ കൈക്കളവി ഇപ്പോ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്നത്, എന്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിന്റെ സംസാര ശൈലി എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നേ? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവർക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റം ആണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കേറിക്കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ ഒക്കില്ല. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്ക് എത്രയാണ് കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത് വാങ്ങുന്ന കാലത്ത് എന്തൊക്കെയായിരിക്കും? ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേർ എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോകില്ലേ? അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. സത്യസന്ധമായി സംസാരിക്കുന്ന ആളാണ് എനിക്കിത് കേട്ടിട്ട് തോന്നുന്നില്ല. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഒരു സ്ത്രീയാണ് അവര്. ആ സ്ത്രീ അങ്ങനെയൊന്നും നടക്കുന്ന സ്ത്രീയല്ല. ആ സ്ത്രീ പല പൊട്ടത്തരങ്ങളും വിളിച്ചു പറയുന്നു. ഈ സമൂഹത്തിലെ മാർക്കറ്റ് വാല്യൂ മുപ്പയാൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പലതും കിടന്ന് വിളിച്ചു പറയുന്നു. ഞാൻ കെട്ടാൻ പോകുന്നു, 3ാമത് കെട്ടുന്നു, 4ാമത് കെട്ടുന്നു, അങ്ങനെ തോന്നിവാസങ്ങൾ കുറെ വിളിച്ചു പറയുന്നു. എന്ന് വിചാരിച്ച് എന്തിനും തയ്യാറായി നിൽക്കുന്ന സ്ത്രീ ആണ് എന്ന് നിങ്ങൾ പറഞ്ഞത് മഹാ തെറ്റാണ്. ഇത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് കുറയ്ക്കുന്നത്. ഈ പറയുന്ന ശാന്തിവിള ദിനേശ് ഒരു സംവിധായകനാണ്. ഇദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന നാളെ ഒരാൾ വിശ്വസിക്കാതെ വരും. കാരണം നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങളും അയാൾ ചെയ്ത കാര്യങ്ങളും വെച്ചിട്ടാണ് വിമർശിക്കേണ്ടത്. മറ്റുള്ളവർ വിളിച്ചു പറഞ്ഞു, ഓ എന്റെ പൊന്ന് ദിനേശേ, അവൾ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്, അവളുടെ സ്കിൽസ് ഉണ്ട്, അവളെ വീഡിയോസ് ഉണ്ട് എന്നൊക്കെ മറ്റുള്ളവരെ അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്തവർക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ പോലെ കുറെ എണ്ണം അങ്ങനെയൊക്കെ പറയാനുണ്ടാവും. ഒരു 10-20% ആൾക്കാരും ഇങ്ങനെ വൃത്തികേട് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരിക്കും, ഒരു തെളിവുമില്ലാതെ. ഇല്ലെങ്കിൽ സ്റ്റിൽസും വീഡിയോസും ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കട്ടെ അവര്, അല്ലാതെ
നിന്ന് കൊടുത്തതാണെങ്കിൽ അവരിറക്കട്ടെ. അതൊന്നും ഇറക്കാതെ അതൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് ആ പെണ്ണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കരുത്. പ്ലീസ് ദയവായി ഇട്ട് കൊടുക്കരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ വേണം. അതായത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം എന്നല്ലാതെ തെറ്റ് ചെയ്യാത്തവർ ഒരിക്കലും വെള്ളം കുടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് രേണുസുധിക്ക് ഇത് എക്സ്പോസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. ശരീരം കൂടുതൽ എക്സ്പോസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ എന്താ വൃത്തികെട്ട രീതിയിൽ അഭിനയിക്കാൻ ആൾക്ക് ഇഷ്ടമാണ്. ആള് തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേരളക്കര കത്തിക്കാൻ പോവുകയാണ്. കേരളം കത്തിക്കാൻ പോവുകയാണ്. അതിന്റെ വോയിസ് ഞാൻ ഇട്ടേരാ. കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ റോങ് ആയിട്ട് കുറച്ച് സീൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനും ദാസേട്ടനും കൂടിയിട്ട്. ഞാൻ ആദ്യം ഇതുപോലെ ഒരു റോങ് സീൻ ചെയ്തപ്പോൾ മറ്റുള്ളവരൊക്കെ എന്നെ എടുത്തു കൊടുത്തിരുന്നു. ഇനി നോക്കിക്കോളൂ, ഞാൻ അതിനേക്കാളും മോശമായിട്ടുള്ള റോങ് സീനാണ് ചെയ്തിരിക്കുന്നത്. അത് എടുത്തിട്ട് കേരളക്കര ഇപ്പൊ കത്തിക്കും. അത് കത്തിക്കട്ടെ. എനിക്കത് തന്നെയാണ് ആവശ്യം. എൻ്റെ ആവശ്യം അത് തന്നെയാണ്. എൻ്റെ ആൽബം അപ്പൊ ഹിറ്റ് ആവുമല്ലോ. അതാണ് എൻ്റെ ആവശ്യം എന്ന് ആള് പറയുന്നത്. ആൾ അങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു എന്നല്ലാതെ ആൾ എന്തിനും തയ്യാറായിക്കൊണ്ട് കിടന്നു കൊടുക്കുന്ന ആളാണെന്ന് ഒരിക്കൽ പോലും ഞാൻ പറയില്ല. അങ്ങനെ ഒരു സ്ത്രീയല്ല അവര്. അതെനിക്കറിയാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരാളുടെ പെരുമാറ്റത്തിലും വാക്കിലും ഒക്കെ നമുക്കറിയാം ഒരാള് എങ്ങനെയുള്ള ആൾക്കാരാണെന്ന്. ഇവരങ്ങനെ കാശുണ്ടാക്കുന്ന സ്ത്രീയാണ് എന്ന് ഒരിക്കലും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ തെളിവ് നിരത്തി വെച്ചിട്ട് വേണം പറയാൻ. പക്ഷെ ഇദ്ദേഹം പേര് പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ഈ കേരളത്തിലൊരു അവതാരം ഇറങ്ങിയിട്ടുണ്ട്. ആരെന്ത് സഹായം ചെയ്താലും അവരപ്പ തന്തയ്ക്ക് വിളിക്കും. അത് ശരി തന്നെയാണ് പറയുന്നത്. ആരെന്ത് സഹായം രേണുസുധിക്ക് ചെയ്തു കൊടുത്താലും അപ്പ തന്തയ്ക്ക് വിളിക്കും. എന്നല്ലാതെ രേണുസുധി വൃത്തികെട്ട രീതിയിൽ കാശുണ്ടാക്കുന്നു എന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. ഈ ശാന്തിവിള ദിനേശ് അല്ലാതെ വേറൊരാള് പോലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നോക്കിയോക്കൂ, രേണുസുധിയും സഫീന ബീവിയും കൂടി പൊരിഞ്ഞടിയാണ്. അവര് പോലും ഇങ്ങനെയാണ് രേണുസുധി കാശുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. അവര് പോലും പിച്ചക്കാരി, നീ പിച്ചை എടുത്തിട്ടല്ലേ ജീവിക്കുന്നത്, നീ അവരെ നിന്ന് കാശ് മേടിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് വൃത്തികെട്ട രീതിയിൽ ഒരു സ്ത്രീയെയും നമ്മൾ എന്താ പറയുക ഡിപ്പിക്ട് ചെയ്യാൻ ഒരിക്കലും പാടില്ല. അതിന് നിങ്ങൾ ഭയങ്കര ഇത്രയും വയസ്സായിട്ടുള്ള ആള് ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഞെട്ടിപ്പോയി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? തായ് കളവി എന്ന് കുളിക്കുന്നു. അപ്പൊ ഈ പറയുന്ന ശാന്തിവിള ദിനേശ് ഒരിക്കലും അങ്ങനെ നമ്മള് പ്രായത്തെ ഒന്നും ഏഹ് അപമാനിക്കാൻ പാടില്ല. പ്രായം ദൈവം നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും ഓരോരുത്തർക്കും ഓരോ തരം പ്രായാണ്. എന്നും ടീനേജിൽ നിൽക്കുവോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഈ പറയുന്ന ആൾക്കും നല്ല വയസ്സുള്ള ആളാണ്. ഈ രേണുസുധിയുടെ ഈ വൃത്തികെട്ട രീതിയിലുള്ള സ്റ്റിൽസും വീഡിയോസും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വീഡിയോ ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ആ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ മാത്രം അത് ജെന്യൂൻ ആയിട്ടുള്ളതാണെങ്കിൽ മാത്രമാണ് ഒരു സ്ത്രീയെ അവഹേളിക്കാൻ പാടുള്ളൂ. അല്ലാതെ ആ സ്ത്രീയെ ഊഹാപോഹങ്ങൾ കൊണ്ട് അവഹേളിച്ചത് ഒരിക്കലും ശരിയല്ല. അത് തെറ്റ് തന്നെയാണ്. അല്ലാതെ ഇങ്ങനെ വേണ്ടാധീനമാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ളത് അനുഭവിക്കുക തന്നെ വേണം. കാരണം ആര് എന്തും പറയാമെന്നാവരുത്. അവർ ചെയ്ത പ്രവൃത്തിയെ നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യൂ. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എത്രമാത്രം ഉണ്ട് ക്രിറ്റിസൈസ് ചെയ്യാൻ. അവർ വായിന്ന് ഡെയിലി വരുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്താ പറയാ, ചെള്ളി വാരി എറിയാൻ തോന്നും. അത്രയും വൃത്തികെട്ട കുറെ കാര്യങ്ങളുണ്ട്. അത് പറയൂ. അല്ലാതെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി പരത്തരുത്. ഓക്കെ, താങ്ക് യു.